ഇത് തറയ്ക്ക് ഉറപ്പുണ്ടോ? പുള്ളി കയറുമ്പോൾ പേടിച്ചോ? എനിക്ക് പേടിയാണ്. അത് ആഴുവത് കുഴപ്പമില്ലായിരുന്നു. ഏതാ ഈ ടൈലിട്ടൊക്കെ ആണല്ലേ? അവൻ ആ കട മറന്നിട്ടില്ല അല്ലേ? പഴയ കട പുതിയ നമസ്കാരം. VM പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം. പാമ്പാടി രാജൻ്റെ ഏറ്റവും ഹൃദ്യമായ വഴിയടി ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ യാത്ര തുടരുന്നതിനിടയിൽ ഈ വീഡിയോയുടെ വിശേഷങ്ങൾ പറയാം. പാമ്പാടി രാജൻ മൂലം ആനപ്രേമികൾക്കിടയിൽ ശ്രദ്ധേയമായ ഹോട്ടലാണ് ഇലക്കുടിഞ്ഞി നന്ദന ഹോട്ടലും ശശിചേട്ടനും. വത്തിക്കാൻ തോട്ടിൽ കുളി കഴിഞ്ഞു വരുമ്പോൾ രാജൻ നന്ദന ഹോട്ടലിൽ കയറി പലഹാരം കഴിക്കാതെ പോകാറില്ല. നന്ദന ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന ഇലക്കൊടിഞ്ഞി തെക്കേക്കര ബിൽഡിംഗ്സ് പൊളിച്ചു പണിതപ്പോൾ താൽക്കാലികമായി ഹോട്ടലിൻ്റെ പ്രവർത്തനം നിർത്തി. കെട്ടിടം നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ കവലയ്ക്ക് സമീപം ശശിചേട്ടൻ്റെ സ്വന്തം കെട്ടിടത്തിലാണ് ടീ ഷോപ്പ് പ്രവർത്തിച്ചത്. രാജൻ ഇവിടെ വന്നും ഭക്ഷണം വാങ്ങി കഴിച്ചിരുന്നു. അടുത്തിടെ കെട്ടിടം പണി പൂർത്തിയായി. നന്ദന ഹോട്ടൽ പഴയ സ്ഥാനത്ത് തന്നെ പ്രവർത്തനം ആരംഭിച്ചു. തോട്ടിൽ കുളിക്കാൻ പോയപ്പോൾ രാജൻ അത് കണ്ടു. തിരിച്ചു വരുമ്പോൾ ഇലക്കൊടിഞ്ഞി കവലയിൽ നിന്ന് രാജൻ ശശിചേട്ടനെ വിളിച്ചു. വരുന്നു രാജ എന്നു മറുപടി. ക്ഷമകെട്ട രാജൻ ഓടയ്ക്ക് മുകളിലിട്ട സ്ലാബിൽ ചവിട്ടാതെ കടയ്ക്ക് മുന്നിലെത്തി ഉള്ളിലോട്ട് തുമ്പിക്കൈ നീട്ടി. ദോശയും ഏത്തയ്ക്കാപ്പവും ഉൾപ്പെടെ ആവശ്യത്തിന് പലഹാരം കഴിച്ചാണ് മടങ്ങിയത്. തിരിച്ചിറങ്ങിയപ്പോഴും സ്ലാബിൽ ചവിട്ടാതിരിക്കാൻ രാജൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇതുകൊണ്ടാണ് രാജനെ നമുക്ക് ഗജരാജാവെന്ന് വിളിക്കേണ്ടി വരുന്നത്. ഓടയ്ക്ക് മുകളിലെ സ്ലാബ് ഒറ്റനോട്ടത്തിൽ മനുഷ്യർക്ക് പോലും തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷേ രാജനത് തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചു. ഈ വീഡിയോയിലെ വഴിയടി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എത്ര സന്തോഷത്തോടു കൂടിയാണ് രാജൻ വത്തിക്കാൻ തോട്ടിലെ കുളി കഴിഞ്ഞു വരുന്നത്. അടുത്തിടെ വരെ നന്ദന ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു ബേക്കറിയാണ്, കപ്പ് കേക്ക് എന്ന ബേക്കറി. ഇവിടെ എത്തിയും രാജൻ ഭക്ഷണം കഴിച്ച ശേഷമാണ് മടങ്ങിയത്. പാമ്പാടി രാജനെ തേടി പോലീസ് എത്തിയപ്പോൾ വത്തിക്കാൻ തോട്ടിലെ മനോഹരമായ കുളി, മനോജിൻ്റെ സാഹസികത തുടങ്ങിയ വീഡിയോ ദൃശ്യങ്ങൾ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി VM പ്രദീപ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗജരാജ പ്രജാപതി പാമ്പാടി രാജൻ്റെ 200-ൽ പരം വീഡിയോകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാൻ കഴിയും.
വിളിക്കുന്നു രായം വിളിക്കുന്നു. എടുക്കാൻ പറ്റിയില്ല. പുതിയ കടയിലേക്ക് രായം വന്നോ? അല്ലേ, എങ്ങനെയായിരുന്നു അവൻ്റെ വന്നപ്പോൾ? ഇങ്ങോട്ട് കയറിയോ അതോ? ഞാൻ വിളിച്ചപ്പോൾ കയറി വന്നാണ്. അല്ലേ, വെളിയിൽ നിൽക്കുകയായിരുന്നു. നടന്നു വന്നപ്പോൾ ഞാൻ മേടിച്ചു. അപ്പോൾ അങ്ങനെ കയറി പോകും. ഈ ഇത് തറയ്ക്ക് ഉറപ്പുണ്ടോ? പുള്ളി കയറി പേടിച്ചോ? എനിക്ക് പേടിയാണ്. അത് ആഴുവന്ന് കുഴപ്പമില്ലായിരുന്നു. ഏതാ ഈ ടൈലിട്ടൊക്കെ? അല്ലേ, അവൻ ആ കട മറന്നിട്ടില്ല അല്ലേ? പഴയ കട പുതിയ അവനായിരുന്നപ്പം വന്ന് നോക്കിയിട്ടാ പോകുന്നത്. അവിടെ പമ്മിയിട്ടാ പോകുന്നത്. അവിടെ പിന്നെ അവൻ താമസാന്റെ കൊടുത്തു വിട്ടു. ഇവിടെ നിന്നപ്പം അറിഞ്ഞില്ലായിരുന്നല്ലോ. ഞാൻ വിളിച്ചു അന്നേരം അറിയാം. ഓ ശരി ശരി. അവനൊരു ഓർമ്മയുണ്ട് പണ്ടത്തെ സ്ഥലത്തുണ്ടെന്നല്ലേ? നോക്കി നോക്കിയാ പോകുന്നു പറഞ്ഞു. അവർ വനക്കാർ പറഞ്ഞു. കട പൊളിച്ചിട്ടപ്പോൾ എല്ലാം ഇങ്ങോട്ട് നോക്കിയാ പോയിരുന്നു. ഇങ്ങോട്ട് നോക്കിയാ പോരുന്നത് പുള്ളി പോരുന്നല്ലേ? പുള്ളിക്ക് ആ ഒരു മാറിയിട്ടില്ല, സ്ഥലം മാറിയിട്ടില്ല. ശരി ശരി. ഇന്നിപ്പം വരുമ്പോഴും ഭക്ഷണം കൊടുക്കും? എന്നൊക്കെ ഇന്നലെ കൊടുത്ത എന്നൊക്കെ ദോശയും കൊടുത്തു അല്ലേ? ദോശ ഇഷ്ടമാണോ പുള്ളിക്കറി? അപ്പം ദോശയും കുഴപ്പമില്ല കഴിച്ചോളൂ അല്ലേ? ഇന്നും അതൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്? ബോണ്ടായി ഏത്തയ്ക്കപ്പമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ ദയവായി VM പ്രതി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.